36-ാമത്തെ വയസ്സിൽ എനിക്ക് അങ്ങേ വെളിപ്പെടുത്തുന്നത്. എൻ്റെ അപ്പനും അമ്മയ്ക്കും അങ്ങേ വെളിപ്പെടുത്തി കൊടുത്തതിന് ശേഷമേ എൻ്റെ അപ്പന് ലോകത്ത് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇതാണ് പിന്നെ എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ എൻ്റെ അപ്പനെ അങ്ങേ വെളിപ്പെടുത്തി കൊടുക്കണം, ഈശോയെ എൻ്റെ അമ്മയ്ക്ക് അങ്ങേ വെളിപ്പെടുത്തി കൊടുക്കണം, ഈശോയെ അങ്ങനെ. അപ്പോൾ അങ്ങനെ വാർദ്ധക്യ സഹജമായ അവസ്ഥയിലേക്ക് എൻ്റെ അപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പൻ പറഞ്ഞ്, അപ്പോൾ എൻ്റെ ഇട എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പനെ കൊണ്ട് എൻ്റെ ഇടവകയിൽ എനിക്ക് പരിചയമുള്ള അച്ഛൻ്റെ അങ്ങനെ ഒരു കമ്പനിയാണ്, കുമ്പസാരിക്കാൻ കൊണ്ടുപോയി. കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ കുമ്പസാരം കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പനോട് ചോദിച്ചു, അപ്പം എങ്ങനെയുണ്ടെന്ന്. എന്ത് ശരിയായില്ലടാന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ശരി, അത് പയ്യനല്ലേ, ഞാൻ പറഞ്ഞ കാര്യമൊന്നും അങ്ങേർക്കും മനസ്സിലാകുന്നില്ല. വേണ്ട, പയ്യനൊന്നും വേണ്ട, നമുക്ക് വലിയ അച്ഛനടുത്ത് പോയി സംസാരിക്കാൻ. 2 ആഴ്ചയിൽ വീണ്ടും ഞാൻ ശരിക്കും അപ്പനോട് അടുത്ത പള്ളിയിൽ പോയി. സീറോ മലബാർ സഭയുടെ പള്ളിയോടാണ്, CMS അവിടെ. അവിടെ പോയി ഞാൻ അച്ഛനെ പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെ അപ്പനെ കൊണ്ട് പറഞ്ഞു, അപ്പൻ വാർദ്ധക്യ സഹജമായ അവസ്ഥയിലേക്ക് എത്തിയ ഒരാളാണ്, അപ്പന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ഇടവകതല്ല, മറ്റു ക്രൈസ്തവരാണ്, അവിടെ അച്ഛനില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കുഴപ്പമില്ല, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. നല്ല രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചു. ഒരു 10 മിനിറ്റ് അച്ഛൻ വന്നു. അപ്പോൾ ഞാൻ പള്ളിയിൽ മുറ്റത്ത് പ്രാർത്ഥിക്കണേണ്. അപ്പനെ നമ്മൾ അച്ഛൻ വന്നു. അപ്പനോട് ചെല്ലുന്നു. അപ്പനെ ഞാൻ കൂട്ടിക്കൊണ്ട് കുമ്പസാരക്കൊണ്ട് നടത്തി തന്നു. അപ്പനോട് മുട്ടുകുത്തി കുമ്പസാരിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴല്ല ഈ അച്ഛൻ ചാടി എഴുന്നേറ്റ് പോയി. ഇയാളെന്തൊക്കെയാണ് ഈ പറയണമെന്നും കൊണ്ട് ഇറങ്ങി ചാടി എഴുന്നേറ്റ്. ഈ ഒച്ച കേട്ട് ഞാനങ്ങനെ ഇരുന്നപ്പോൾ അപ്പം എൻ്റെ അപ്പം വിറക്കണാണ് കഴിച്ചിരിക്കുന്നത്. ഞാൻ വേറെ അപ്പനെ പിടിച്ച്, എന്താണിപ്പം അപ്പനെ ആകെ ഇവിടെ ഐസായിപ്പോയി. ഞാൻ നിങ്ങളെ അപ്പനെ പിടിക്കുമ്പോൾ ചെറിയപ്പോൾ അങ്ങനെ ഐസ് പോലെ എത്തി. ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, അപ്പം അപ്പം പേടിക്കണമെന്നാണ്, നമുക്ക് ശരിക്കണം, ഇത് വലിയ വേറെ അച്ഛൻ കൊണ്ട് പേടിക്കണം. ഞാനും ആകിയതായി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അപ്പം നോർമലായി. അപ്പം ഞങ്ങൾ നടന്ന് തിരിച്ചു വന്നു. അങ്ങനെ പോയിക്കൊണ്ടപ്പോൾ ഞാൻ അപ്പനോട് ചോദിച്ചപ്പോൾ എന്താണ് സംഭവം, അപ്പം ആ അച്ഛനും ശരിയായില്ല, ഈ അച്ഛനും ശരിയായി, എന്താ സംഭവം? അപ്പം നിനക്ക് ഞാനത് പറഞ്ഞ് മനസ്സിലാവില്ല. വീണ്ടും ഞാനെക്കുറിച്ച് സംസാരിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ അപ്പന് മനസ്സിലായിട്ടുണ്ട്. അപ്പന് മനസ്സിലായ കാര്യങ്ങൾ എന്താണെന്ന് എന്നോട് പറ. അപ്പോഴും എനിക്കതിന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പറയാതെ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യം അത് അപ്പനോട് പറ. അങ്ങനെ വീട്ടിലെത്തി 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അപ്പൻ എന്നെ വിളിച്ച് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്, നീ എന്നെ വഴക്ക് പറയോ? ഞാനിതിന് അപ്പനെ വഴക്ക് പറയണം? അപ്പൻ എന്നെ വഴക്ക് പറയണ്ട, ഞാനിതിന് അപ്പനെ വഴക്ക് പറയണം? നീ ആരോട് പറയുമോ? അപ്പം ഞാനെന്തിട്ടാ പറയാനുള്ളത്? കുമ്പസാരിക്കാൻ പോയി, അല്ലെങ്കിൽ ഞാൻ നിന്നോട് പറയുന്ന കാര്യങ്ങൾ മരണം പറയും, ഞാൻ ആരോട് പറയാനാണ്? അപ്പോൾ അപ്പൻ എന്നെ വിളിച്ച് അപ്പനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ 10 വയസ്സുള്ള സമയത്ത് പള്ളിയുമായിട്ട് ബന്ധം വേണ്ട ഒരു കാലഘട്ടമാണ്. അന്ന് ശരിക്കും അപ്പന് 10 വയസ്സെന്ന് പറയുമ്പോൾ അത് പറയുമ്പോൾ അപ്പന് 84 വയസ്സുണ്ട്. അപ്പോൾ ആ കാലഘട്ടം അന്നത്തെ കാലഘട്ടം. അപ്പോൾ ഈ ഞങ്ങളുടെ കുടുംബം പാവപ്പെട്ട കുടുംബമാണ്, പള്ളിയുമായിട്ടൊക്കെ ബന്ധമുള്ള കുടുംബമാണ്. അവിടെ വാട്ടർ ബോയ്സാണ് അപ്പൻ. പിന്നെ അവിടെ ഗോതമ്പ് കഞ്ഞിയൊക്കെ കിട്ടും, വനാപ്പുഴ പള്ളി. അപ്പോൾ അവിടെ അപ്പനൊക്കെ അവിടെ പണിയെടുത്ത് വലിയപ്പനൊക്കെ പണിയെടുത്ത് അങ്ങനെ അപ്പൻ്റെ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ അപ്പൻ നിൽക്കും. അങ്ങനെ കഞ്ഞിയൊക്കെ കിട്ടും, ഗോതമ്പ് കിട്ടും, അങ്ങനെ പോകുന്നതാണ്. ആ കാലഘട്ടത്തിൽ അവിടുത്തെ ഒരു അച്ഛൻ അപ്പനെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു. അതിന് സാഹചര്യങ്ങളെക്കുറിച്ച് അപ്പൻ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ അപ്പൻ വളരെ സങ്കടമായിട്ട് പറഞ്ഞു. ഉടനെ ഞാൻ അപ്പൻ ഇപ്പം ആ അച്ഛനോട് ക്ഷമിക്കണം, ആ അച്ഛനോട് ഇപ്പം അപ്പൻ ക്ഷമിക്കണം. അപ്പോൾ അപ്പം പറഞ്ഞു, അച്ഛൻ മരിച്ചു പോയില്ലേ? ഞാൻ ഇല്ല, അച്ഛൻ മരിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ മരിച്ചിട്ട് അച്ഛൻ്റെ ആത്മാവ് ഉണ്ട്, അച്ഛൻ്റെ ആത്മാവ് ഒരിക്കലും മരിച്ചിട്ടില്ല. അപ്പൻ ഇവിടുന്ന് പറഞ്ഞു, അച്ഛൻ എന്നോട് ചെയ്ത ആ തെറ്റിന് ഞാൻ ക്ഷമിച്ചിട്ട് അച്ഛനെ മാപ്പ് തരുന്ന അപ്പൻ അച്ഛനോട് പറഞ്ഞു, ഇപ്പം പറഞ്ഞു. അപ്പം അപ്പം മുട്ടുകുത്തി. അപ്പം പറഞ്ഞു, അച്ഛൻ അന്ന് എന്നോട് ചെയ്ത ആ തെറ്റിന് ഞാൻ അച്ഛനോട് ക്ഷമിക്കുകയാണ്, അച്ഛൻ ഞാൻ മാപ്പ് തരും ഇന്ന് പറയുകയും എൻ്റെ അപ്പനാണ് പൊട്ടിക്കരയും. പൊട്ടിക്കുറേണ്ട് കരഞ്ഞപ്പോൾ അപ്പം ആശ്വാസം. അതിനുശേഷം അപ്പന് ഒരുപാട് കൃപകൾ കിട്ടാൻ തുടങ്ങി, ഒത്തിരി കൃപകൾ അപ്പന് കിട്ടാൻ തുടങ്ങി. അപ്പം പറഞ്ഞു, ദേ വെളിച്ചം
2 മണിക്കാണിത് പറയണത്. അപ്പം എൻ്റെ പെങ്ങളാണ്. അപ്പോൾ അവൾ പറഞ്ഞ് അപ്പം ഇത് പകലല്ലേ, അതുകൊണ്ട് അതല്ലടി, അങ്ങനെയുള്ള വെളിച്ചമല്ലത്. ഇതേ മാലാകന്മാർ, ഇതൊരു ഗോണികൾ, അതിപ്പോൾ ഓരോ ദിവസം മാറും. ഇതേ മാലാകന്മാർ ഇത് കയറി ഇറങ്ങിപ്പോണം. ഇതൊക്കെ ഇവക്ക് പേടിയാണ് ശരിക്കും. അപ്പം പല മാനസിക ഇതാണ്. അപ്പോൾ എന്നോട് ഇവിടെ പറഞ്ഞു അതൊന്നും കണക്കണം. അപ്പൻ പറയാനുള്ളത് പറഞ്ഞോട്ടെ. പിന്നെ അപ്പം ഒരുപാട് കുരിശികൾ കാണുന്നു. പിന്നെ എന്താണ് പറഞ്ഞത്, ഒരു ചാത്തൻ വന്നത്, ഈ സാധാരണ ചാത്തൻ എന്നുള്ള രീതി ഒരു കറുത്ത ചാത്തൻ വന്നേക്കണം എൻ്റെ അടുത്ത് വന്നേക്കണം. അപ്പം അന്നേരത്തെ അപ്പം ഞാൻ പറഞ്ഞു, സാത്താൻ നിനക്കൊരു കാര്യമില്ല, നീ നിൻ്റെ പാട്ടിന് പോ എന്ന് പറയാൻ പറഞ്ഞു. അപ്പം അപ്പം പറഞ്ഞ് സാത്താൻ നിനക്കൊരു കാര്യം, നീ നിൻ്റെ പാട്ടിന് പോകുമെന്ന് അവൻ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പനോട് പറയാൻ പറഞ്ഞു. അപ്പം അപ്പം ഇത് പറഞ്ഞു, ഞാൻ പറഞ്ഞു പോയാ അപ്പം ഞാൻ അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു, നമുക്ക് അധികാരത്തോട് പറയാൻ നമുക്ക് പറ്റും. അങ്ങനെ അപ്പൻ ദൈവസ്ഥാനത്തെ അനുസരിക്കാൻ തുടങ്ങി. അവസാനം അപ്പന് കിട്ടിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പം പറഞ്ഞ് പ്രാവ് വന്നേക്കണം, പ്രാവ് എന്നെ വന്നൊരു വെളുത്ത പ്രാവ് വന്നേക്കണം. അപ്പം അവളോട് അപ്പൻ എന്തെങ്കിലും പറയണത്. ഇത് ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് പരിശുദ്ധാത്മാവാണ് ജാൻസി, പരിശുദ്ധാത്മാവ് എന്ന സമാധാനത്തിൻ്റെ സന്ദേശമാണ് പരിശുദ്ധാത്മാവ്. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് ഈശോ പറഞ്ഞാൽ ആ സമാധാനം എൻ്റെ അപ്പനോട്. അപ്പം ഞാൻ ആഗ്രഹിച്ചെന്താണ് വെച്ചാൽ, എൻ്റെ അപ്പൻ 84 വയസ്സ് വരെ യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ 36-ാമത്തെ വയസ്സിലാണ് വന്നേക്കണത്. ആ സമാധാനം ഞാൻ അനുഭവിച്ച സമയം എൻ്റെ അപ്പന് കൊടുക്കണം. അങ്ങനെ അത് നിവൃത്തിയായി. പിന്നെ അപ്പം മരിക്കുന്നത്, എല്ലാവരും മരിക്കുന്നത് ഞാൻ കണ്ടിരിക്കണം. അങ്ങനെ ഇങ്ങനെയാണ് മരിക്കുന്നത്. അത് ഒരു 2-3 ദിവസമൊക്കെ അങ്ങനെയൊക്കെ രീതിയാണ് ഞാൻ എല്ലാവരും കണ്ടത്. അപ്പം ഞാൻ ആഗ്രഹിച്ചിട്ട് പറഞ്ഞു, കർത്താവേ എൻ്റെ അപ്പം മരിക്കുമ്പോൾ അങ്ങനെ ശ്വാസം വലിച്ച് മരിക്കണം, അതിനൊരു ബുദ്ധിമുട്ട് വരുത്തി മരിക്കണം. അതല്ല, എൻ്റെ അപ്പം മരിക്കുമ്പോൾ നിന്നെ സ്തുതിച്ച് മരിക്കണം. എൻ്റെ പ്രാർത്ഥന അതാണ്. ഒരു ദുഃഖത്തിൽ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അപ്പൻ ഡൗണായി. വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു, ഞാനൊരു ചിറ്റൂർ സ്നേഹശുശ്രൂഷാലയത്തിൽ ഞാൻ പോകണം. എനിക്ക് അപ്പോഴും പ്രാർത്ഥിക്കണം. കാരണം ഇവിടെ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ആളുകൾക്കും എനിക്ക് പ്രാർത്ഥിക്കണം. പക്ഷെ അവിടെ പോയി പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരു സുഖം കിട്ടും. അവിടെ കുർബാനകളും കൊന്തകളും കാര്യങ്ങളും ഒരുപാടൊക്കെ നടക്കും. ഇതൊന്നും തന്നെ ഞാനതൊന്നും എൻ്റെ ലക്ഷ്യം എന്താണ്? പിതാവേ, എൻ്റെ അപ്പന എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് തിരിച്ചു തരിക, അങ്ങനെയുള്ളതാണെങ്കിൽ അങ്ങ് തിരിച്ചെടുക്കുക. അതൊരു 12:15 സമയം ഞാൻ പറയും. 2 മണിയായപ്പോൾ ഞങ്ങളവിടെ എന്നിട്ട് ബ്രെഡ് കഴിച്ചിരുന്ന സമയത്ത് അവിടെ ഒരു മൈക്കിൽ ഒരു അനൗൺസ്മെൻറ്റ് കേട്ട്, പുത്തമ്പള്ളിയിൽ വന്ന് സെബാസ്റ്റ്യൻ ഓഫീസുമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നിട്ടില്ല. ഞാൻ എഴുതി. കാരണം ശരിക്കും പറഞ്ഞാൽ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കത് തിരിച്ചറിവുണ്ടല്ലേ, ഇത് മറ്റവൻ്റെ പണിയാണ്, എന്നെ ഇവിടുന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ട് മറ്റവൻ ചെയ്യുന്ന പണിയാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ തന്നെയാണ്. വീണ്ടും ഇത് തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്കൊരു ഇത് വരും. രണ്ടാമത് പറയുമ്പോൾ നമുക്ക് കാര്യമുള്ള, ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, അത് അപ്പന് സൂക്കേട് കൂടുതലാണ്, ഭാര്യ വിളിച്ചറിയിച്ചിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞു. ഉടനെ ഞാൻ ശരിക്കും പറഞ്ഞു ഇറങ്ങി. എല്ലാം ഞാൻ ഇറങ്ങിയപ്പോൾ എല്ലാം ഞാനിവിടെ ഇറങ്ങി ശരിക്കും അവിടെയൊക്കെ ബസ് റൂട്ടൊക്കെ അപൂർവമാണ്. ഞാൻ ഇറങ്ങി ഗേറ്റിൽ കടന്ന് ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ ബസ് റെഡിയാണ്. ബസ് ഇവിടെ വന്ന് നിന്ന് ശരിക്കും പറഞ്ഞപ്പോൾ എന്നെ കാത്ത് ശരിക്കും പറഞ്ഞാൽ ആരും നിങ്ങൾ ചങ്ങാടം നിൽക്കണം. ഞാൻ കയറി ചങ്ങാടം വിട്ടു. കൃത്യമായിട്ട് ഞാൻ അവിടെ ഈ ചങ്ങാടം അവിടെ കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്ക് ഞാൻ ആ വണ്ടി കയറിയപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വിട്ടു. ഒരു തടസ്സം. ഞാൻ അവിടെ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പനിങ്ങനെ ഒരു ഇതിലേക്ക് കിടത്തേക്ക് അപ്പനാകെ ആവശ്യതയാണ്. ഞാൻ അവിടെ ചെന്ന് അപ്പനെ നോക്കിയപ്പോൾ അപ്പനാകെ ആവശ്യത. എനിക്കത് സഹിക്കാൻ പറ്റണില്ല. ഞാൻ ഉടനെ ബാത്റൂമിലോട്ട് പോയി. ഞാൻ ഈശോയെ, എൻ്റെ അപ്പൻ്റെ അവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എത്രയും അപ്പന് ശരി ശ്വാസതടസ്സം മാറ്റി അപ്പന് നല്ല രീതിയിൽ ശ്വാസം വിടാനുള്ള ഒരു കൃപ നീ കൊടുക്കണം കർത്താവേ. സ്തുതിച്ച് ബാത്റൂമിൽ പ്രാർത്ഥിക്കണം. എല്ലാവരും വെച്ച് ഞാൻ ടോയ്ലറ്റിൽ പോയതാണെന്ന് വിചാരിച്ചു. അതല്ല, ഞാൻ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ അപ്പൻ നല്ല രീതിയിൽ ശ്വാസം എടുക്കുന്നു. എന്നിട്ട് കൂടെ ഒരു കാര്യം പറയാം, ഈ ടോയ്ലറ്റിൽ പ്രാർത്ഥിക്കാൻ പോയെന്ന് പറഞ്ഞില്ലേ, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ടോയ്ലറ്റിൽ നിന്നാലും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഈശ്വരൻ കേൾക്കുമെന്ന്. അതിന് വന്ന കമൻസുകളുടെ ഇത് കാക്കണം. ഇല്ല, ഞാനതിന് ശരിക്കും ഞാനതിന്
എനിക്കറിയാം. പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ചറിയണം, ആ ദൈവത്തിൻ്റെ നിറവ് അനുഭവിച്ചറിയണം, ആ സ്നേഹം അനുഭവിച്ചറിയണം, ദൈവം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അനുഭവിച്ചറിയണം. ഈ കാര്യങ്ങൾ അനുഭവിച്ചറിയാതെ ചുമ്മാ ജൽപ്പനങ്ങളിലും ചുമ്മാതെയുള്ള വൃഥാവായിട്ടുള്ള കാര്യങ്ങളിനകത്തും സമയം പോക്കുന്നതല്ല. കുടുങ്ങി കിടക്കുക. ആ, ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വചനം എനിക്കത് പൂർത്തിയായിട്ട് പറയാൻ പറ്റില്ല. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന് അടിമത്തത്തിൽ ഇട്ടിരിക്കുന്നത് പോലെ ഇട്ടിരിക്കുകയാണ്. ആര്? മതം. അങ്ങനെ കിടന്നാലേ മതത്തിന് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അവരങ്ങനെ അടിമത്തത്തിൽ കിടക്കണം, ജനങ്ങൾ അങ്ങനെ കിടന്നോണം. അതെ, നമ്മളെപ്പോഴും ശരിക്കും ഒരു അച്ഛനെ വിട്ടു പോന്നാൽ ശരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ആത്മീയതയിലല്ല, ഇത് ക്രിസ്ത്യാനി അല്ല, അല്ലേ? അങ്ങനെയാണ് പറയുന്നത്.